ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സാൻഡോ കാത്തലിക് മിഷനിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഈ ഒരു ചെറിയ പ്രാർത്ഥനാ മിഷൻ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രാർത്ഥനകൾക്കും പിന്തുണകൾക്കുമായിട്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എല്ലാവരുടെ മുൻപിലേക്ക് പങ്കുവയ്ക്കാനാണ് ഈ ഒരു വീഡിയോ ഞങ്ങൾ ഒരുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2020 തുടക്കത്തിൽ കോവിഡ് എല്ലാവർക്കും ഒരു ഭയപ്പാടുണ്ടാക്കിയ സമയത്ത് ഒരുപാട് പേരിലേക്ക് പ്രാർത്ഥന എത്തിക്കാനായിട്ട് എന്തു ചെയ്യാൻ സാധിക്കുമെന്നൊരു ചിന്തയിൽ നിന്ന് പരിശുദ്ധ അമ്മ നൽകിയ ഒരു ചിന്തയാണ് ജപമാല പങ്കുവയ്ക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻ്റെ ജീവിത അനുഭവങ്ങളൊക്കെ ഞാൻ മറ്റു പല വീഡിയോകളിലൂടെയും പങ്കുവച്ചിട്ടുള്ളതാണ്. അങ്ങനെ മലയാളത്തിലൊരു ജപമാല മാത്രം പങ്കുവെച്ച് തുടങ്ങിയ ഈ പ്രാർത്ഥനാ മിഷൻ ഇന്ന് ലോകത്തിലെ പല ഭാഷകളിലായിട്ട് ഏകദേശം 12ഓളം ഭാഷകളിൽ 12,000-ഓളം പ്രാർത്ഥനാ വീഡിയോകൾ പങ്കുവച്ചു 14 യൂട്യൂബ് ചാനലുകൾ വഴിയായിട്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു 1200-ഓളം വരുന്ന മലയാള ദിവ്യബലി വീഡിയോകൾ. ഓരോ ദിവ്യബലിയും എത്രത്തോളം ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് പങ്കുവയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകിയത് പരിശുദ്ധ കുർബാനയാണ്. ഈ പരിശുദ്ധ കുർബാന ലോകം മുഴുവൻ എത്തിക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹമാണ് സാൻഡോ മിഷൻ്റെ പിന്നിലുള്ളത്. പരിശുദ്ധ കുർബാനയും അതോടൊപ്പം തന്നെ പരിശുദ്ധ ജപമാലയും. അതിനു വേണ്ടിയിട്ടാണ് ഈ മിഷൻ നിലകൊള്ളുന്നതെന്ന് പല സ്ഥലങ്ങളിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെ ആഗ്രഹത്തോടെ ഇതൊരുക്കാൻ ശ്രമിച്ചിട്ടും ഒത്തിരിയധികം ക്ലേശം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നിങ്ങളെല്ലാവരും ഉൾക്കൊള്ളും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് കൃത്യമായൊരു ശമ്പളം കൊടുക്കാൻ പോലും പറ്റാത്ത വിധം ബുദ്ധിമുട്ടേറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പലപ്പോഴായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നമ്മളൊരു കാത്തലിക് പ്രെയർ ആപ്പ് ഒരുക്കിയെടുക്കാനും മറ്റുമൊക്കെ ആയിട്ട് കടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പലരുടെയും മുൻപിൽ ഞാൻ വീണ്ടും ചോദിക്കുന്നത് പരിശുദ്ധ കുർബാന മുടങ്ങാതിരിക്കാനായിട്ട് ഒരു ഫണ്ട് അനുവദിക്കാമോ, അവരോട് കടം ചോദിക്കുകയാണ്. പലരും എൻ്റെ ഫോൺ കോളുകൾ പോലും ആൻസർ ചെയ്യാത്തൊരവസ്ഥയിലേക്ക് ഞാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബാങ്കുകൾ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് സപ്പോർട്ട് തരാനായിട്ട് പറ്റില്ല. അപ്പോൾ യാതൊരു വിധത്തിലുള്ള വഴിയില്ല. അപ്പോൾ അവരെല്ലാവരും പറയുന്നത് നിങ്ങൾക്കൊരു കാത്തലിക് പ്രെയർ ആപ്പ് ഉണ്ടല്ലോ, അതെന്തുകൊണ്ട് ഫോക്കസ് ചെയ്യുന്നില്ല, അതെന്തുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്നില്ല. അത് മാർക്കറ്റ് ചെയ്യാനുള്ള ഫണ്ട് പോലും ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷേ എന്നിട്ടും ഞങ്ങൾ ആഗ്രഹിച്ചു ഏറ്റവും മികച്ചൊരു കാത്തലിക് പ്രെയർ ആപ്പ് ഒരുക്കിയെടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ, അതെല്ലാവരുടെ മുൻപിലേക്ക് അവരുടെ വിശ്വാസത്തിന് സഹായകരമാകുന്ന രീതിയിൽ പങ്കുവയ്ക്കാൻ സാധിക്കുമെങ്കിൽ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആ ഒരു പ്രതീക്ഷയിലാണ് ആ ഒരു ആപ്പ് ഒരുക്കിയെടുക്കുന്നത്. പക്ഷേ അതുപോലും ലോകത്തോട് പങ്കുവയ്ക്കാനുള്ളൊരു മാർക്കറ്റിംഗ് ഫണ്ട് ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് ആഗ്രഹത്തോടെ പറ്റുമെങ്കിൽ എന്നെ ഈ കേൾക്കുന്നവർക്ക് ഈ ഒരു മിഷനെ എന്തെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഈ ദിവ്യബലികളും ജപമാലകളും ഒന്നും മുടങ്ങാതെ ഈ ഒരു മിഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ കാത്തലിക് പ്രെയർ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാനും പറ്റുന്നവരെങ്കിലും അതിലൊരു പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കാനും ഒന്ന് മനസ്സാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആനുവൽ സബ്സ്ക്രിപ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ലൈഫ് ടൈം മെമ്പർഷിപ്പ് ആയിരിക്കാം. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇന്ന് സാൻഡോ മിഷന് നിങ്ങളുടെ ആ ഒരു സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്.
ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ. സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം. അണയാം അനുദപിക്കാം അനുരഞ്ജിതരായി ബലിയേകാം. ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ. സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ ആത്മാവോടും കൂടെ. സ്വയം സ്നേഹവും ബഹുമാനം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്ന് വലിയ വിശുദ്ധനായ വിശുദ്ധ പത്താമീസിന്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. നമുക്കറിയാം, കുഞ്ഞുനാളിലെ കുഞ്ഞുങ്ങൾക്ക് കുർബാന സ്വീകരണം അനുവദിച്ചത് ഈ പത്താമീസ് പുണ്യവാളനാണ്. കർമ്മലീത സഭയിൽ, പ്രത്യേകിച്ച് മഞ്ഞമ്മൽ സഭയിലെ ചില സമയങ്ങളിൽ അതിനെ തള്ളിക്കളയാനായിട്ടും ഒക്കെ പുറത്തുനിന്ന് കുറേയധികം പ്രകമ്പനം കൊള്ളുന്ന ഒത്തിരിയേറെ വിഷയങ്ങളുണ്ടായപ്പോൾ അതിനെ ചേർത്ത് പിടിച്ചത്, സഭയോട് ചേർത്ത് പിടിച്ച വലിയ വിശുദ്ധനാണ് ഈ മാർപ്പാപ്പയായ വിശുദ്ധ പത്താമീസ് പുണ്യവാളൻ. വിശുദ്ധൻ്റെ പ്രത്യേകമായിട്ടുള്ള ചൈതന്യം നമുക്ക് എല്ലാം ക്രിസ്തുവിൽ നവീകരിക്കുക എന്നുള്ളതാണ് ഈ വിശുദ്ധൻ്റെ പ്രത്യേകമായിട്ടുള്ള ചൈതന്യവും സാക്ഷ്യവും. ഒരു പ്രത്യേകമായിട്ടുള്ള ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാം. വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമുക്കിന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധനോടൊപ്പം വിശുദ്ധനെ പോലെ ഞങ്ങൾ വിശുദ്ധരായി ജീവിക്കുവാനുള്ള നല്ല അനുഗ്രഹം, പ്രത്യേകിച്ച് ഈ ലോകത്ത് വിശുദ്ധരായി ജീവിക്കുവാനായിട്ടുള്ള വലിയ വെല്ലുവിളി ഏറ്റെടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഏവർക്കും തരണമേ എന്ന് നമുക്ക് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് ദിവസം നമ്മളിന്ന് ബലിയർപ്പണത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ പേരുകൾ ഇവിടെ സമർപ്പിക്കുകയാണ്. സോണിയ സക്രിയ, സാലി പോൾ, അൽഫോൺസ മാത്യു, സിന്ധു സുനിൽ, ഷീല ഫ്രാൻസിസ്, ഹെലൻ ജേക്കബ് എന്നീ മക്കളെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കുകയും അവരെ അനുഗ്രഹിക്കണമെന്ന് യാചിക്കുകയും ചെയ്യാം. കർത്താവിനെ ബലിയർപ്പിക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്ന പാവങ്ങളെക്കുറിച്ച് ഓർത്ത് അനുദപിക്കാം. അന്നുപോയ വീഴ്ചകളെല്ലാം കർത്താവെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഏറ്റെല്ലാം സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. വാക്കാലും പ്രവൃത്തിയാലും വീഴ്ചയാലും വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ വലിയ പിഴ ആകയാൽ തിരികെ പരിശ്രമത്തോടും സഹോദരൻ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനി നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, കത്തോലിക്ക വിശ്വാസം സംരക്ഷിക്കുന്നതിനും ക്രിസ്തുവിൽ സർവ്വം ഉന്നതരിക്കുന്നതിനും വേണ്ടി വിശുദ്ധ പീസ് പാപ്പായ സ്വർഗീയ ജ്ഞാനവും അപ്പോസ്തലിക സ്ഥൈര്യവും കൊണ്ടങ്ങ് നിറച്ചുവല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളും മാതൃകയും പിഞ്ചെന്ന് നിത്യസമാനം പ്രാപിക്കാൻ കാരുണ്യപൂർവ്വം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന കർത്താവ് അങ്ങയുടെ പുത്രനുമായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. ഒന്നാം വായന. എൻ്റെ ആടുകൾ അവർക്ക് ഭക്ഷണമായി തീരാതിരിക്കാൻ ഞാൻ അവയെ അവരുടെ വായിൽ നിന്ന് രക്ഷിക്കും. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രയേലിൻ്റെ ഇടയന്മാർക്കെതിരെ പ്രവചിക്കുക. അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, തങ്ങളെ തന്നെ പോറ്റുന്ന ഇസ്രയേലിൻ്റെ ഇടയന്മാരെ നിങ്ങൾക്ക് ദുരിതം. ഇടയന്മാർ ആടുകളെയല്ലേ പോറ്റേണ്ടത്? നിങ്ങൾ മേധസ് ഭക്ഷിക്കുകയും രോമം കൊണ്ടുള്ള വസ്ത്രം ധരിക്കുകയും കൊഴുത്തതിനെ കൊല്ലുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ആടുകളെ പോറ്റുന്നില്ല. ദുർബലമായതിന് നിങ്ങൾ ശക്തി കൊടുത്തില്ല. മുറിവേറ്റതിനെ വച്ചുകെട്ടിയില്ല. വഴിതെറ്റിയതിനെ തിരികെ കൊണ്ടുവരികയോ കാണാതായതിനെ തേടുകയോ ചെയ്തില്ല. മറിച്ച് കഠിനമായും ക്രൂരമായും നിങ്ങൾ അവയോട് പെരുമാറി. ഇടയനില്ലാത്തതിനാൽ അവ ചിതറിപ്പോയി. കാട്ടിലെ മൃഗങ്ങൾക്ക് അവ ഇരയായിത്തീർന്നു. എൻ്റെ ആടുകൾ ചിതറിപ്പോയി. മലകളിലും ഉയർന്ന കുന്നുകളിലും അവ അലഞ്ഞു നടന്നു. ഭൂമുഖത്തെല്ലാം എൻ്റെ ആടുകൾ ചിതറിപ്പോയി. അവരെ തെരയാനോ അന്വേഷിക്കുവാനോ ആരുമുണ്ടായിരുന്നില്ല. ആകയാൽ ഇടയന്മാരെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് ഇടയന്മാരില്ലാത്തതിനാൽ
എൻ്റെ ആടുകൾ വന്യമൃഗങ്ങൾക്കിരയായിത്തീർന്നു. എൻ്റെ ഇടയന്മാർ എൻ്റെ ആടുകളെ അന്വേഷിച്ചില്ല. അവയെ പോറ്റാതെ അവർ തങ്ങളെ തന്നെ പോറ്റി. ആകയാൽ ഇടയന്മാരെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ ഇടയന്മാർക്കെതിരാണ്. എൻ്റെ ആടുകൾക്ക് ഞാൻ അവരോട് കണക്ക് ചോദിക്കും. അവരുടെ മേയ്ക്കലിന് ഞാൻ അറുതി വരുത്തും. ഇനിമേൽ ഇടയന്മാർ തങ്ങളെ തന്നെ പോറ്റുകയില്ല. എൻ്റെ ആടുകൾ അവർക്ക് ഭക്ഷണമായി തീരാതിരിക്കാൻ ഞാൻ അവയെ അവരുടെ വായിൽ നിന്ന് രക്ഷിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങേ ഉന്നുപടിയും ദണ്ടും എനിക്ക് ഉറപ്പേക്കുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. അലലൂയ, അലലൂയ. ഈ ദാസന്റെ മേൽ അങ്ങേ മുഖപ്രകാശം പതിയട്ടെ. അങ്ങേ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അലലൂയ. സർവശക്തനായ ദൈവമേ, അവിടുത്തെ വിശുദ്ധ സുവിശേഷതായി പ്രഘോഷിക്കുന്നതിന് എൻ്റെ ഹൃദയത്തെയും വചനങ്ങളെയും സംസിദ്ധമാക്കിയല്ലണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരുടെ രൂപമാരല്ല ചെയ്ത് സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സദൃശം. ദിവസം ഒരു ദിനാറ് വീതം ദേവതൻ നൽകാമെന്ന കരാറിൽ അവൻ അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. 3-ാം മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചിലർ ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നത് കണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ, ന്യായമായ വേതനം നിങ്ങൾക്ക് ഞാൻ തരാം. അവരും മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി. 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവൻ ഇതുപോലെ തന്നെ ചെയ്തു. ഏകദേശം 11-ാം മണിക്കൂറിൽ അവൻ പുറത്തിറങ്ങിയപ്പോഴും അവിടെ ചിലർ നിൽക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നത് എന്ത്? ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തത് കൊണ്ട് എന്ന് അവർ മറുപടി നൽകി. അവൻ പറഞ്ഞു, നിങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ. വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു, ജോലിക്കാരെ വിളിച്ച് അവസാനം വന്നവർക്ക് തുടങ്ങി ആദ്യം വന്നവർക്ക് വരെ കൂലി കൊടുക്കുക. 11-ാം മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ദിനാർ ലഭിച്ചു. തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു. എന്നാൽ അവർക്കും ഓരോ ദിനാർ തന്നെ കിട്ടി. അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തു. അവസാനം വന്ന ഇവർ 1 മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ, എന്നിട്ടും പകലിൻ്റെ അധ്വാനവും ചൂടും സഹിച്ച ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ. അവൻ അവരിൽ ഒരുവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, സ്നേഹിത, ഞാൻ നിന്നോട് അനീതിയും ചെയ്യുന്നില്ല. 1 ദിനാറയ്ക്കല്ല നീ എന്നോട് സമ്മതിച്ചിരുന്നത്. നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിച്ചുകൊണ്ട് പൊയ്ക്കൊള്ളുക. അവസാനം വന്ന ഇവനും നിനക്ക് നൽകുന്നത് പോലെ കൊടുക്കുവാനാണ് എനിക്കിഷ്ടം. എൻ്റെ വസ്തുവകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ? ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിനു അസൂയപ്പെടുന്നു? ഇപ്രകാരം പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകും. കർത്താവിൻ്റെ സുവിശേഷം. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നിങ്ങളുടെയും ബലി സർവ്വശക്തനായ പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ ശുദ്ധിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ നന്മയ്ക്കുമായി അങ്ങേക്കാര്യങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, കാരുണ്യപൂർവ്വം അങ്ങ് സ്വീകരിച്ച് ഞങ്ങളുടെ ബലിവസ്തുക്കൾ വഴി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ പീയൂസ് പാപ്പായുടെ ഉത്ബോധനങ്ങൾ പിന്തുടരുന്ന ഞങ്ങൾ ആത്മാർത്ഥമായ വിധേയത്വത്തോടെ ഈ ദിവരങ്ങൾ സംരക്ഷിക്കുകയും വിശ്വസ്ത മനസ്സോടെ സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഉചിതവും ന്യായവും അത്രേ.
കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവ്വസ്വനത്തിനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾക്ക് തന്നെ അർപ്പിക്കുന്ന യഥാർത്ഥ ദൈവനായ യോഗ്യവും രക്ഷാകരമാണല്ലോ. എന്നാൽ വിശുദ്ധ പത്താംവീസിൻ്റെ തിരുനാൾ ആഘോഷത്തിൽ ആനന്ദിക്കാൻ അങ്ങേ സഭയ്ക്ക് അനുഗ്രഹം നൽകുന്നു. അങ്ങനെ ആ പുണ്യജീവിത മാതൃകയിൽ സഭയെ അങ്ങ് ശ്രദ്ധപ്പെടുത്തുകയും അതിനെ പ്രഘോഷത്തിലൂടെ ഉത്ബോധിപ്പിക്കുകയും അങ്ങേ പ്രസാദിപ്പിക്കുന്ന യാചനയാൽ അങ്ങ് സംരക്ഷിക്കുകയും ചെയ്യുന്ന ആകയാൽ എല്ലാ മലാഖമാണ് വിശുദ്ധ ഗണത്തോട് ചേർന്ന് അങ്ങേക്ക് സ്തുതിഗീതം ആലപിച്ച് അവിരാമം ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്ന അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകളം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട് സമരസാര പീഡകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്ത് എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരം അത്താഴം കഴിഞ്ഞ് പനപാത്രം എടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുടൽ ചെയ്ത് എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈശോയ്ക്ക് നമുക്ക് നന്ദി അർപ്പിക്കാൻ. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ അനവധിയാണ്. നമ്മളെ അപകടങ്ങളിൽ നിന്ന് കാത്തതിന്, രോഗങ്ങളിൽ നിന്ന് സൗഖ്യം നൽകി അനുഗ്രഹിച്ചതിന്, പൈശാചികമായിട്ടുള്ള ദോഷങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് എടുത്തു മാറ്റിയതിന് എല്ലാത്തിനും ഈശോയ്ക്ക് നന്ദി അർപ്പിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് സമർപ്പിച്ച മക്കളുടെ നിയോഗങ്ങൾ അൽത്താരിൽ ഒരിക്കൽ കൂടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സോണിയ സക്രിയ, സാലി പോൾ, അൽഫോൻസ മാത്യു, സിന്ധു സുനിൽ, ഷീല ഫ്രാൻസിസ്, ഹെലൻ ജേക്കബ് എന്നീ മക്കളെ പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ യൂട്യൂബിലൂടെ നമുക്ക് ബലിച്ച ബലി നൽകി അനുഗ്രഹിക്കുന്ന നമ്മുടെ ജോഫിനെയും വെബിനെയും ജിക്സിനെയും ഗ്ലെന്നിനെയും ക്രിസ്റ്റിയെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. അൽത്താരപാലകനായ നമ്മുടെ അലൻമോനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. അതുപോലെ വിഷമിക്കുന്ന എല്ലാവരെയും, വേദനിക്കുന്ന എല്ലാവരെയും, ജോലിയില്ലാതെ കഴിയുന്ന എല്ലാവരെയും, അതുപോലെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് കൊടുത്ത് പ്രാർത്ഥിക്കാം. വിവാഹം തടസ്സം നേടുന്ന എല്ലാ മക്കളെയും പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പരിശുദ്ധമായ വഴി നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആകയാൽ കർത്താവേ, അടുത്ത മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമ്പി നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർന്നളെന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പോരക്ഷയുടെ പാനപാത്രം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിച്ച് നിർത്താവേ. ലോകമങ്ങ് ആവശ്യം കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങൾ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ മിത്രാന്മാരോടും വൈദികണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ തിരകൊള്ളുന്ന സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്നുള്ള പ്രാർത്ഥിക്കുന്ന അങ്ങനെ ദൈവമാതാവായ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യയുടെ പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സ്ഥലവിസ്തരോടും മൊത്തത്തിൽ ജീവൻ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കി പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവോത്സരവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിയാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കുന്നതിന് ഞങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയുള്ള രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തെ പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നൊരു സമാധാനം നൽകാൻ തരുന്ന അങ്ങേ അപ്പോസ്തലന്മാരിൽ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങൾ
പ്രാർത്ഥനകളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസങ്ങൾ അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കഴിയണമേ. ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ക്രിസ്തുവിന്റെ സമാധാനം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുകയും ശിക്ഷയും കാരണമാകാതെ അങ്ങേ കാരണത്തിന് മനസ്സനുസരിച്ച് സംരക്ഷണവും സ്വീകാര്യമായ ഔഷധമായി തീരുമാറാകട്ടെ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും എന്നെ ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവ് പാപ്പായുടെ സ്വർണ്ണ ആഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ ഭോജനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ വിശ്വാസത്തിന് സ്ഥിരതയോടെ നിലനിൽക്കുകയും അങ്ങേ സ്നേഹത്തിൽ ഒരുമയുള്ളവരാകുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവ്വശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ദിവ്യകാരുണ്യനാഥേ പരിശുദ്ധ മറിയമേ, പിതാവേ, സെബസ്ത്യാനോസേ, സകലശ്രേഷ്ഠയായ പത്താം പീയൂസേ, സകല വിശുദ്ധരെ, സകല മാലാഖമാരെ, യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നതു ഞങ്ങളെ അല്ലയോ. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നതു ഞങ്ങളെ അല്ലയോ. ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നതു ഞങ്ങളെ അല്ലയോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സാൻഡോ കാത്തലിക് മിഷനിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഈ ഒരു ചെറിയ പ്രാർത്ഥനാ മിഷൻ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രാർത്ഥനകൾക്കും പിന്തുണകൾക്കുമായിട്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എല്ലാവരുടെ മുൻപിലേക്ക് പങ്കുവയ്ക്കാനാണ് ഈ ഒരു വീഡിയോ ഞങ്ങൾ ഒരുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2020 തുടക്കത്തിൽ കോവിഡ് എല്ലാവർക്കും ഒരു ഭയപ്പാടുണ്ടാക്കിയ സമയത്ത് ഒരുപാട് പേരിലേക്ക് പ്രാർത്ഥന എത്തിക്കാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നൊരു ചിന്തയിൽ നിന്ന് പരിശുദ്ധ അമ്മ നൽകിയ
ഒരു ചിന്തയാണ് ജപമാല പങ്കുവയ്ക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻ്റെ ജീവിത അനുഭവങ്ങളൊക്കെ ഞാൻ മറ്റു പല വീഡിയോകളിലൂടെയും പങ്കുവച്ചിട്ടുള്ളതാണ്. അങ്ങനെ മലയാളത്തിലൊരു ജപമാല മാത്രം പങ്കുവെച്ച് തുടങ്ങിയ ഈ പ്രാർത്ഥനാ മിഷൻ ഇന്ന് ലോകത്തിലെ പല ഭാഷകളിലായിട്ട് ഏകദേശം 12ഓളം ഭാഷകളിൽ 12,000-ഓളം പ്രാർത്ഥനാ വീഡിയോകൾ പങ്കുവെച്ചു 14 യൂട്യൂബ് ചാനലുകൾ വഴിയായിട്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു 1200-ഓളം വരുന്ന മലയാള ദിവ്യബലി വീഡിയോകൾ. ഓരോ ദിവ്യബലിയും എത്രത്തോളം ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് പങ്കുവയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകിയത് പരിശുദ്ധ കുർബാനയാണ്. ഈ പരിശുദ്ധ കുർബാന ലോകം മുഴുവൻ എത്തിക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹമാണ് സാന്റോ മിഷൻ്റെ പിന്നിലുള്ളത്. പരിശുദ്ധ കുർബാനയും അതോടൊപ്പം തന്നെ പരിശുദ്ധ ജപമാലയും. അതിനു വേണ്ടിയിട്ടാണ് ഈ മിഷൻ നിലകൊള്ളുന്നതെന്ന് പല സ്ഥലങ്ങളിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെ ആഗ്രഹത്തോടെ ഇതൊരുക്കാൻ ശ്രമിച്ചിട്ടും ഒത്തിരിയധികം ക്ലേശം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നിങ്ങളെല്ലാവരും ഉൾക്കൊള്ളും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് കൃത്യമായൊരു ശമ്പളം കൊടുക്കാൻ പോലും പറ്റാത്ത വിധം ബുദ്ധിമുട്ടേറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പലപ്പോഴായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നമ്മളൊരു കാത്തലിക് പ്രെയർ ആപ്പ് ഒരുക്കിയെടുക്കാനും മറ്റുമൊക്കെ ആയിട്ട് കടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പലരുടെയും മുൻപിൽ ഞാൻ വീണ്ടും ചോദിക്കുന്നത് പരിശുദ്ധ കുർബാന മുടങ്ങാതിരിക്കാനായിട്ട് ഒരു ഫണ്ട് അനുവദിക്കാമോ, അവരോട് കടം ചോദിക്കുകയാണ്. പലരും എൻ്റെ ഫോൺ കോളുകൾ പോലും ആൻസർ ചെയ്യാത്തൊരവസ്ഥയിലേക്ക് ഞാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബാങ്കുകൾ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് സപ്പോർട്ട് തരാനായിട്ട് പറ്റില്ല. അപ്പോൾ യാതൊരു വിധത്തിലുള്ള വഴിയില്ല. അപ്പോൾ അവരെല്ലാവരും പറയുന്നത് നിങ്ങൾക്കൊരു കാത്തലിക് പ്രെയർ ആപ്പ് ഉണ്ടല്ലോ, അതെന്തുകൊണ്ട് ഫോക്കസ് ചെയ്യുന്നില്ല, അതെന്തുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്നില്ല. അത് മാർക്കറ്റ് ചെയ്യാനുള്ള ഫണ്ട് പോലും ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷേ എന്നിട്ടും ഞങ്ങൾ ആഗ്രഹിച്ചു ഏറ്റവും മികച്ചൊരു കാത്തലിക് പ്രെയർ ആപ്പ് ഒരുക്കിയെടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അതെല്ലാവരുടെ മുൻപിലേക്ക് അവരുടെ വിശ്വാസത്തിന് സഹായകരമാകുന്ന രീതിയിൽ പങ്കുവയ്ക്കാൻ സാധിക്കുമെങ്കിൽ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആ ഒരു പ്രതീക്ഷയിലാണ് ആ ഒരു ആപ്പ് ഒരുക്കിയെടുക്കുന്നത്. പക്ഷേ അതുപോലും ലോകത്തോട് പങ്കുവയ്ക്കാനുള്ളൊരു മാർക്കറ്റിംഗ് ഫണ്ട് ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് ആഗ്രഹത്തോടെ പറ്റുമെങ്കിൽ എന്നെ ഈ കേൾക്കുന്നവർക്ക് ഈ ഒരു മിഷനെ എന്തെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഈ ദിവ്യബലികളും ജപമാലകളും ഒന്നും മുടങ്ങാതെ ഈ ഒരു മിഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ കാത്തലിക് പ്രെയർ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാനും പറ്റുന്നവരെങ്കിലും അതിലൊരു പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കാനും ഒന്ന് മനസ്സാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആനുവൽ സബ്സ്ക്രിപ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ലൈഫ് ടൈം മെമ്പർഷിപ്പ് ആയിരിക്കാം. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇന്ന് സാന്റോ മിഷന് നിങ്ങളുടെ ആ ഒരു സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്.